മോനെ പേടിച്ചു പോയല്ലോ. ഈ ശബ്ദം കേട്ടിട്ട് അല്ലല്ല, ഈ കോലം കണ്ടിട്ട്. നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അയ്യോ, ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റില്ല. എന്നാ പറയണ്ട. എന്റെ പഴനിയാണ്ടവനാണ് സത്യം. നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യം കൊണ്ടാ തള്ള വന്നേക്കണത്. ഒന്ന് എഴുന്നേറ്റ് വന്നേ. വാ വാ. ഒരാളെയും കൊണ്ടാ ഞാൻ വന്നേക്കണത്. നിനക്കൊരു സഹായത്തിനേ. എനിക്ക് സഹായം? ആ, ദയവായിട്ട് തള്ളേരെ കയ്യിൽ കൊണ്ടു തന്നതാ. നല്ല അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെങ്കൊച്ച്. പെങ്കൊച്ച? ആ, ഒന്നാമത് ഞാൻ നിങ്ങളോട് സഹായത്തിന് ആളെ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഒറ്റ പെണ്ണുങ്ങളെ സഹായത്തിനൊന്നും പറഞ്ഞാൽ ഇതിനകത്ത് കേട്ടത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? അയ്യോ, ഇത് മറ്റേ ഇനത്തിൽ പെട്ടതൊന്നും അല്ല. ഏതെനത്തിൽപ്പെട്ടതായാലും ശരി, കണ്ണി കണ്ട ലോറിക്കാരും ഊരും പേരും അറിയാത്ത പണിക്കാർ കയറി ഇറങ്ങുന്ന സ്ഥലമായത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വെറുതെ ഒരു പേരുദോഷം ഉണ്ടാക്കാൻ. എടാ കുട്ട, ഞാനിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. ഇന്ന് വരെ നമ്മളെ പറ്റി ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ടാ? അയ്യടാ, പേരുദോഷം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം. അതെ, നിങ്ങളൊന്ന് ഇറങ്ങിക്കേ, എനിക്ക് പലകിടണം. അല്ല മോനെ, ഇനി ഉള്ള സത്യം പറയാലോ. എന്റെ മോനെ കാട്ടാനും കരിമ്പോത്ത് ഇറങ്ങണേല് മുമ്പ് കുടിയിലെത്താന്ന് വിചാരിച്ചിട്ട് വരുമ്പോഴാ ഒരു പെങ്കൊച്ചു ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അതും ഇരുട്ടത്തെ. ഉരുള് പൊട്ടിയെന്നോ ചൊരടിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ് ബസ്സാരി ഇറക്കി വിട്ടിട്ട് പോയതാ. എങ്ങോട്ട് പോണെന്നറിയാതെ അന്തിച്ചു നിക്കണ കണ്ടപ്പോ പാവം തോന്നി. ഞാനൊരു പെണ്ണല്ലട. ഇവിടെ ആവുമ്പോ അതിന് രണ്ടു വറ്റുമായി, നിനക്ക് എല്ലാത്തിനും ഒരാളുമായി. എനിക്കൊരാളും വേണ്ട. അതെ, ആദ്യം പെണ്ണ് വരും, പുറകെ പോലീസോ ഇടിവണ്ടിയോ വരും. പെൺവാണിവോ ശ്രീപീഠനൊക്കെ ഉള്ള കാലാതള്ള ഇത്. അല്ല, നിങ്ങളൊന്ന് ഇറങ്ങിക്കേ. എന്നാ ഒരു കാര്യം ചെയ്യും, ഇന്നത്തേടെ അത് ഇവിടെ എവിടെയെങ്കിലും ചൊരിഞ്ഞു കൂടിക്കോട്ടെ. എന്നിട്ട് നാളെ വെളിച്ചാവണേന് മുമ്പ് ഞാൻ വിളിച്ചോണ്ട് പോകും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കൂടെ? അയ്യോ, ഇപ്പോഴോ? ഈ പാതിരാത്രിക്കോ? തൊട്ടാ പൊട്ടന പ്രായമുള്ള ഒരു പെണ്ണിനെയും കൊണ്ടോ? അയ്യോ, നിങ്ങൾ എന്ത് വേണേ ചെയ്യേ, ഇവിടെ പറ്റില്ല. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? പിടിച്ചോടിക്കാതെ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. മോളെ, നീ ഒന്നും മിണ്ടാതിരിക്ക. മോളെ, നീ ഇങ്ങോട്ട് കേറി പോര്. ഇത് നമ്മുടെ വീട് തന്നെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞ പോലെ? തള്ളേ, ഏയ് തള്ളേ, അവിടെ നിൽക്കാൻ. തള്ളേ, തള്ളേ. ഇത് ഭയങ്കര ചതിയായി പോയല്ലോ. മഴ തന്നെയാണ്ട് ഇങ്ങോട്ട് കയറി വന്നോളൂ.
എവിടെ വെച്ചാ കുട്ടിയെ തള്ളെ കണ്ടത്? ബസ് സ്റ്റോപ്പിൽ വെച്ച്. അവിടെ എങ്ങനെ വന്നു? ആരുടെ കൂടെ ഒളിച്ചോടിയത്? അയ്യോ, ഒളിച്ചോടി പോന്നൊന്നല്ല, പിന്നെ അമ്മയെ കാണാൻ പോയതാ. അപ്പം കുട്ടി അമ്മയിലൂടെ അല്ലേ? അല്ല, പിന്നെ ഒരു വീട്ടില് വേലയ്ക്ക് നിൽക്കായിരുന്നു. എന്നിട്ട് അമ്മയ്ക്ക് സൂക്കേട് കൂടുതലാന്ന് പറഞ്ഞ് ടെലഗ്രാം വന്നു ആശുപത്രിന്ന്. എന്നിട്ടും വിട്ടില്ല വീട്ടുകാര്. അപ്പോ പറയാതെ പോന്നു. ആശുപത്രി ചെന്നപ്പോ 2 ദിവസം മുമ്പ് അമ്മ മരിച്ചു പോയെന്ന്. മുഖം പോലും ഒന്ന് കാണാൻ ആരുമില്ലാത്തോണ്ട് കോർപ്പറേഷൻകാർ സത്യമാണോ കുട്ടി പറയുന്നത്? അമ്മയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? ഏതായാലും നേരം വെടുക്കട്ടെ. തൽക്കാലം കുട്ടി ചായപ്പ് പോയി കിടന്നോളൂ. ചെല്ലെ, പോയി സുഖമായിട്ട് കിടന്നുറങ്ങ. ചെല്ലെ. അതന്നെ. വന്ന നിക്ക് നിക്ക്. പിടിച്ചോ. എന്താടാ പോരെ? നാടാ ഇനിയില്ലട്ടോ, നിക്കണ്ട, പൊയ്ക്കോ.